പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. 12 തരത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു വാക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഉപയോഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ വാക്കുകളുടെയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ഉദാഹരണങ്ങൾ സഹിതം നമ്മളിന്ന് പഠിക്കുകയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ വാക്കിൻ്റെ അവസാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് അത്യന്തം ഗുണകരമായിരിക്കും. പറയൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പറയൂ, പറഞ്ഞോളൂ, പറയൂ, പറഞ്ഞോളൂ, പറയാം, പറഞ്ഞു, പറയുക. പല രൂപത്തിലും പല ഭാവത്തിലും നമുക്കത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ആ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ബോലിയേ, ബോലിയേ, പറഞ്ഞോളൂ, ദയവായി പറയൂ എന്നാണ് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം. ബോലിയേ, ബോലിയേ, ബോലിയനാ, ദയവായി ഒന്ന് പറയുന്നേ. ബോലിയനാ, ദയവായി ഒന്ന് പറയുന്നേ. ബോലിയേ. ചിലപ്പോൾ കഹിയേ എന്ന് നമുക്ക് കേൾക്കാം. കഹിയേ, അത് തന്നെ അർത്ഥം. ദയവായി പറയൂ. കഹിയേ, ബോലിയേ. ബോൽ, ബോൽ, പറ. നമ്മൾ പറയും മലയാളത്തിൽ പറ. പറ, പറ എന്ന് പറഞ്ഞാൽ അളക്കുന്ന പറയല്ല, അത് വേറെ. പറ, ബോൽ, പറ, ബോൽ, പറ. ബോലോ, പറയൂ. ബോലോ, പറയൂ. ബോല, ബോല, പറഞ്ഞു. ബോലാനാ, പറഞ്ഞില്ലേ. ബോലാനാ, പറഞ്ഞു എന്നോ. പറഞ്ഞു എന്നേ, പറഞ്ഞില്ലേ എന്തൊക്കെ പറയുന്നത്. ബോലനാ, ബോലാനാ, പറഞ്ഞല്ലോ. പറഞ്ഞു നീ, പറഞ്ഞൂലോ. എന്താണ് ബോലാന? എന്നാൽ ബോല എന്ന് പറഞ്ഞാലോ പറഞ്ഞു എന്ന് മാത്രം എടുത്തുള്ളൂ. അത് പുല്ലിംഗമാണ്. എന്നാൽ സ്ത്രീലിംഗമാണെങ്കിൽ എങ്ങനെ പറയും? ബോലി, പറഞ്ഞു. ബോലി, പറഞ്ഞു. ഏ ബോൽ, യഹ് ബോൽ എന്ന് എഴുതും. പറയുമ്പോൾ ഏ ബോൽ എന്ന് പറയും. ഇത് പറ. നമുക്ക് പലപ്പോഴും അങ്ങനെ സംസാരിക്കണം. സംസാരത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരില്ലേ. ഇത് പറ. ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതെ ടി വിയിലെ ചാനലുണ്ടല്ലോ, അന്തിച്ചർച്ചയ്ക്ക് പറയണ പോലെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ നമ്മൾ ചോദിച്ചതിന് ഉത്തരം പറയാൻ വേണ്ടി നമ്മളെന്ത് പറയും? ഇത് പറ. ഏ ബോൽ, ഏ ബോൽ. ഈ ചോദിച്ചതിന് സമാനം പറ എന്നുള്ള അർത്ഥത്തിൽ ഏ ബോൽ. ഇത് പറ എന്നിട്ടല്ലേ അത്. എന്നാൽ ഏ ബോല എന്ന് പറഞ്ഞാലോ, ഏ ബോല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ ബോല, അവൻ പറഞ്ഞു. ഏ ബോല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ ബോലി എന്ന് പറഞ്ഞാലോ അവൾ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ ബോല, അവൻ പറഞ്ഞു. ഏ ബോലി, അവൾ പറഞ്ഞു. ഏ ബോല, ഇവൻ പറഞ്ഞു. ഏ ബോലി, ഇവൾ പറഞ്ഞു. യഹ് ബോല എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു. യഹ് ബോലി എന്ന് പറഞ്ഞാൽ ഇവൾ പറഞ്ഞു എന്നാണ് അർത്ഥം. ഏ നൈ ബോല, ഏ നൈ ബോല, യഹ് നഹി ബോല എന്ന് പറഞ്ഞാൽ എന്താ? ഇവനല്ല പറഞ്ഞത്, ഇവനല്ല പറഞ്ഞത്. യഹ് നഹി ബോലി, ഏ നൈ ബോലി, ഏ നൈ ബോലി, ഇവളല്ല പറഞ്ഞത്. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഇതല്ല എന്നും അർത്ഥമുണ്ട്, ഇവനല്ല എന്നും അർത്ഥമുണ്ട് കേട്ടോ. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഞാൻ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞു, അത് കൊണ്ടുവന്നപ്പോൾ അയാൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. അപ്പം ഞാൻ പറഞ്ഞു ഏ നൈ ബോല, ഏ ലാനേക്കു നൈ ബോല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞത്. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഏ നൈ ബോലി, ഇതല്ല പറഞ്ഞത്. ഏ നൈ ബോല, ഇതല്ല പറഞ്ഞത്. ഏ നൈ ബോലി, ഇതല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? ഫിർ ക്യാ ഹേ, പിന്നെന്താണ്? ഔർ ക്യാ ഹേ, പിന്നെന്താണ്? ഇനി എന്താണ്? ഐസാ നഹി ബോൽ, ഐസാ നൈ ബോൽ. ഈ നഹി എന്നൊന്നും അല്ല പറയുക. പറയുമ്പോൾ നൈ നൈ എന്നൊക്കെ പറയുക. ഐസാ നൈ ബോൽ അങ്ങനെ പറയല്ലേ. ഐസാ നൈ ബോൽ അങ്ങനെ പറയരുത്. ഐസാ മത്ത് ബോൽ അങ്ങനെ പറയരുത്. അങ്ങനെ മത്തൊന്നും പറയില്ല. ഐസാ മത് ബോൽ, ഐസാ മത് ബോൽ, ഐസാ മത് ബോൽ. തായുടെ അവസാനത്തെ മൂല ചെത്തിക്കളഞ്ഞ് ബായുടെ ആദ്യത്തെ മൂല ചെത്തിക്കളഞ്ഞിട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പറയാം ഐസാ മത് ബോൽ, ഐസാ മത് ബോൽ. അങ്ങനെ പറയരുത്. ഐസാ മത് ബോൽ അങ്ങനെ പറയരുത്. ഇങ്ങനെ പറയരുതെന്ന് പറയാൻ വേറൊരു വാക്കില്ല. ഐസാ മത് ബോൽ ഇങ്ങനെ പറയരുത്. ഐസാ മത് ബോൽ ഇങ്ങനെ പറയരുത്. ഐസാ മത് ബോൽ അങ്ങനെ പറയരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കും. ഇപ്പം തന്നെ നിങ്ങൾ മറന്നു പോകും, കുറച്ച് കഴിഞ്ഞ് മറക്കും. ഇപ്പം തന്നെ ആ ചുമന്ന ബട്ടണിൽ നിന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ നിന്ന് അമർത്ത്, ഐക്കണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഐസ ബാത്കർ അങ്ങനെ പറയൂ, ഐസ ബോൽ അങ്ങനെ പറയൂ, ഐസ ബോൽ അങ്ങനെ പറയൂ, ഐസ ബാത്കർ അങ്ങനെ സംസാരിക്കേ. ഐസ ബോൽ ദിയാത്തോ, ഐസ ബോൽ ദിയാത്തോ അങ്ങനെ പറഞ്ഞെന്നാൽ, ഐസ ബോൽ ദിയാത്തോ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞെന്നാൽ, ഐസ ബോൽ ദിയാത്തോ, ഐസ ബാത് കരേഗാത്തോ അങ്ങനെ സംസാരിച്ചാലോ, ഐസ ബാത് കരേഗാത്തോ, ഐസ ബാത് കരേഗാത്തോ, ഐസ ബാത്ത് കരേഗാത്തോ, ഐസ ബാത് കരേഗാത്തോ, ഐസ ബാത് കരേഗാത്തോ അങ്ങനെ പറഞ്ഞാലോ, അങ്ങനെ കാര്യം പറഞ്ഞാലോ, അങ്ങനെ പറഞ്ഞാലോ, ഐസ ജൂട്ട് പോലാത്തോ അങ്ങനെ നുണ പറഞ്ഞാൽ, ഐസ ജൂട്ട് പോലാത്തോ ഇങ്ങനെ നുണ പറഞ്ഞാൽ, ജൂട്ട് നുണ, ജൂട്ട് നുണ. എന്നാൽ ജൂട്ടൻ എന്ന് പറഞ്ഞാൽ ഗാർബേജ് ആണ് കേട്ടോ, വേസ്റ്റ്, ഗാർബേജ്, നാശക്കൂമ്പാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, അതിന് കുറേ അവശിഷ്ടങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എച്ചിലെന്നൊക്കെ അർത്ഥം വരും. ജൂട്ടൻ എന്താണ്? ജൂട്ടൻ. ജൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശകൂമ്പാരം, ഗാർബേജ്, എച്ചിൽ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അതേ സമയത്ത് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണ്, നുണ. ഐസ ബാത് നൈ കരേഗാത്തോ, ഐസ ബാത് നൈ കരേഗാത്തോ അത് രണ്ടർത്ഥത്തിൽ വന്നില്ലേ, രണ്ട് ടോണിൽ വന്നില്ലേ. ഐസ ബാത് കരേഗാത്തോ, ഐസ ബാത് നൈ 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 കരേഗാത്തോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ, അങ്ങനെ സംസാരിച്ചില്ലെങ്കിലോ, ഐസ ബാത് നൈ കരേഗാത്തോ, ഐസ ബാത് നൈ കരേഗാത്തോ അങ്ങനെ കാര്യം പറഞ്ഞില്ലെങ്കിലോ, അങ്ങനെ സംസാരിച്ചില്ലെങ്കിലോ, ഐസി ഗന്ദി ബാത് കരേഗാത്തോ, ഐസി ഗന്ദി ബാത് കരേഗാത്തോ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞാലോ, ഇങ്ങനെ മോശപ്പെട്ട കാര്യം പറഞ്ഞാലോ, ഐസി ബൂരി ബാത് കരേഗാത്തോ, ഐസി ബൂരി ബാത് കരേഗാത്തോ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞാലോ, ഐസി ഗന്ദി ബാത് കരേഗാത്തോ ഇങ്ങനെ നാറ്റം പിടിച്ച കേസാണ്. ഗന്തി എന്ന് പറഞ്ഞാൽ ഒരു നാറ്റം പിടിച്ചതാണ്, നാറ്റം എന്നാണ് അതിനർത്ഥം, ഗന്തി. ഐസി ഗന്തി ബാത് കരേഗാത്തോ ഇങ്ങനെ ഒരു മോശപ്പെട്ട കാര്യം പറഞ്ഞാലോ, ഐസി ബൂരി ബാത് കരേഗാത്തോ ഇത്രയും മോശമായൊരു കാര്യം മോശമായി സംസാരിച്ചാലോ. ഈ സംസാരിക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞാലേ, ഹിന്ദി സംസാരിക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു കാര്യമൊന്നുമില്ല, നിസ്സാരമായിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ശരിക്കും ഉത്സാഹിക്കേണ്ട ഒരു 10-15 ദിവസം മതി. നമ്മളിപ്പോൾ ഒരു 1.5 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്, കുറഞ്ഞ പൈസ, വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓഫർ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഒത്തിരി പേര്, ആയിരക്കണക്കിന് പേര് ഇത് കേരളത്തിന് പുറത്ത് ജോലി കിട്ടി, റെയിൽവേയിലും മറ്റ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ജോലി കിട്ടി പോകുന്ന സമയത്ത് സന്നദ്ധ ജോലി കിട്ടിയിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർ ഒരു ഹിന്ദി അറിയാതെ, യാതൊന്നും അറിയാതെ, പണ്ടൊങ്ങോ 10ാം ക്ലാസ്സിൽ പഠിച്ച 4 വാക്ക് മാത്രമേ അവർക്ക് അറിയുള്ളൂ, അത് തന്നെ മറന്നിട്ടുണ്ട്. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 15 വയസ്സുള്ളൂ, ജോലി കിട്ടുമ്പോൾ 28 വയസ്സ് 30 വയസ്സൊക്കെ ആവും. ഈ പണ്ട് പഠിച്ച കാര്യമൊന്നും ഓർമ്മയിലുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി അവരൊക്കെ സംസാരിച്ച് പഠിച്ചു. ആയിരക്കണക്കിന് ആൾക്കാർ സംതൃപ്തിയോടെ പഠിച്ചു പോയിട്ടുണ്ട്. അവരിൽ ചിലരുടെ അനുഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സെലിബ്രിറ്റികളൊന്നുമല്ല അത് പറയുന്നത്, പക്ഷേ സെലിബ്രിറ്റികളൊന്നുമല്ല. അവരെ കാണാൻ അസാധാരണമായ സൗന്ദര്യമോ അഭിനയം പഠിച്ചവരൊന്നുമല്ല, സാധാരണ ജനങ്ങളാണ്. അവർ പറയണത് ആത്മാർത്ഥത്തോടെ പറയണതാണ്. അവരുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. ഞാൻ മുംബൈയിൽ വളർന്ന ആളാണ്. 28 വയസ്സ് വരെ മുംബൈയിലും പൂനെയിലും ഒക്കെ ജീവിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ എന്താണ് നേരിടുന്ന പ്രയാസം എന്താണെന്ന് എനിക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ട് വാട്സാപ്പ് ക്ലാസ്സിൽ ചേരാനാണെങ്കിൽ, നിങ്ങൾ വാട്സാപ്പ് ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പഠിപ്പിച്ചു തരാം. ഹായ്, നമസ്കാർ. മേരാ നാം നന്ദിനി ദിവാർ. എനിക്ക് കുറേ കാലമായുള്ള ഒരു ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണമെന്ന്. ഈ നാടൻ ഹിന്ദിയിലാണ് സാറ്. അത് വളരെ ലളിതമായും, അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു. അക്കാഡമി ചേർന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്.
അഡ്വക്കേറ്റ് സുധീഷ് ഇവിടെ ഹമാര അക്കാദമി ഇവിടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി. അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ. അപ്പോൾ പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു, ഞാൻ സാറിൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റാണ്, ഒരു മാസം കൊണ്ട്. എനിക്ക് ഈ അഡ്വക്കേറ്റാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഞ്ചേരിയിൽ. അപ്പോൾ എനിക്ക് കുറേ ഹിന്ദിക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹമാര ഹിന്ദി അക്കാദമിയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസമായി. കഴിഞ്ഞ മാസം 10-ാം തീയതി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജാനുവരി 10. ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കുക. അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതി ഒന്നും എനിക്ക് അറിയുന്നില്ല. ഫോർമൽ ഒരു വേർഡ് മീനിങ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റിലും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട്. ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതിന്നാണ് കിട്ടിയിരിക്കേണ്ട ഞാനതിൽ വളരെയധികം താങ്ക്ഫുള്ളാണ് സാറോട്. ഞാനും സാറിനെ യാദൃശ്യമായിട്ട് കണ്ടതാണ്.